കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഞാൻ ഇന്നിവിടെ പറയുന്ന ജ്യോതിഷ വിഷയം ഈ വരാൻ പോകുന്ന വേഴഗ്രഹത്തിന്റെ രാശിമാറ്റത്തെ പറ്റിയാണ്. വേഴഗ്രഹം ഇപ്പോൾ മകരൻ രാശിയിലാണ് നിൽക്കുന്നത്. ആ മകരൻ രാശിയിൽ നിന്നും വേഴം കുംഭം രാശിയിലേക്ക് മാറും. ആ രാശിമാറ്റത്തോടനുബന്ധിച്ചുണ്ടാവുന്ന ചില നക്ഷത്രക്കാരിൽ വരുന്ന ഭാഗ്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഒരു 13 നക്ഷത്രക്കാർക്ക് രാജയോഗം വരും. മകരൻ രാശിയിൽ നിന്നും വേഴം കുംഭൻ രാശിയിലേക്ക് വരുമ്പോൾ, അപ്പൊ കുംഭൻ രാശിയിൽ വേഴം നിൽക്കുന്ന കാലത്തോളം ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് നല്ല ഗുണകരമായ ഒരു സമയമായിരിക്കും വരാൻ പോകുന്നത്. 2021 ഏപ്രിൽ 6-ാം തീയതി മീനമാസം 23-ാം തീയതി ഉദയത്തിന് മുമ്പ് 12:24 ഈ രാശി സംക്രമം നടക്കുന്നത്. അതായത് 2021 ഏപ്രിൽ 6-ാം തീയതി മലയാള മാസം മീനമാസം 23-ാം തീയതി ഉദയത്തിന് മുമ്പ്, അന്ന് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് 12:24 ഉദയാൽ പൂർവം, അതായത് ഉദയാൽ പൂർവം 14:57 മകരൻ രാശിയിൽ നിന്നും വേഴം കുംഭൻ രാശിയിലേക്ക് രാശി മാറുന്നു. അപ്പൊ ആ മാറ്റം കൊണ്ട് ഗുണമുള്ള നക്ഷത്രങ്ങൾ ഏതാണെന്ന് നോക്കാം. അതായത് അശ്വതി, ഭരണി, കാർത്തിക, കാലി, അത് മേടക്കൂറാണ്. അശ്വതി, ഭരണി, കാർത്തിക, കാലി ഈ നക്ഷത്രങ്ങളിൽ വരുന്ന മേടക്കൂറുകാർക്ക് വളരെ നല്ല സമയമാണ് വരുന്നത്. ഈ മേടക്കൂറിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക, കാലി നക്ഷത്രങ്ങളിൽ വരുന്ന മേടക്കൂറുകാർക്ക് വളരെ നല്ല സമയം വരാൻ പോവുകയാണ്. അതായത് ഈ ഏപ്രിൽ 6-ന് ശേഷം അശ്വതി, ഭരണി, കാർത്തിക, കാലി ഈ നക്ഷത്രങ്ങളിൽ വരുന്ന മേടക്കൂറുകാർക്ക് വളരെ നല്ല സമയമാണ് വരാൻ പോകുന്നത്. ചാരവശാൽ വേഴം 11-ൽ വരുന്നു. അവർക്ക് ചാരവശാൽ വേഴം 11-ലാണ് വരുന്നത്. കാര്യലാഭവും ധനലാഭവും ഉണ്ടാവും. ഇവർക്ക് കാര്യലാഭം ധനലാഭം ഉണ്ടാവും. വേഴം 11-ലാണല്ലോ വരുന്നത്. ഉണ്ടാവും. 11 ശുഭസ്ഥാനമാണ്. ആ ശുഭസ്ഥാനത്തിലേക്കാണ് വേഴം വരുന്നത്. അപ്പൊ അതുകൊണ്ട് വളരെ നല്ല സമയമാണ്. കാര്യലാഭം ഉണ്ടാവും, ധനലാഭം ഉണ്ടാവും. മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ തുടങ്ങുവാനും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും വീട്, സ്ഥലം ഇവ വാങ്ങാനും, അതേപോലെ തന്നെ മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും പൂർത്തീകരിക്കാനും, അതേപോലെ തന്നെ മാതൃഗുണങ്ങൾ ഉണ്ടാകാനൊക്കെ ഈ കാലഘട്ടം, ഈ സമയം വളരെ നല്ല സമയമാണ്. മറ്റൊന്ന്, വാഹനങ്ങൾ വാങ്ങാനും അമ്മാവന്മാരെ കൊണ്ടും മരുമക്കളെ കൊണ്ടും സുഹൃത്തുക്കളെ കൊണ്ടും ഈ മേടക്കൂറുകാർക്ക് നേട്ടങ്ങളെ ഉണ്ടാവും. അതാണ് ഈ മേടക്കൂറുകാർക്കുള്ള രാശിമാറ്റം കൊണ്ട് വരാൻ പോകുന്ന നല്ല കാര്യങ്ങൾ. മേടം കഴിഞ്ഞാൽ അടുത്ത കൂറ് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തിക, മുക്കാലി, രോഹിണി, മകീരം, അര ഈ നക്ഷത്രങ്ങളിൽ വരുന്ന ഇടവക്കൂറുകാർക്ക് വളരെ നല്ല കാലമാണ് വരാൻ പോകുന്നത്. വേഴം ചാരവശാൽ 10-ലേക്കാണ് വരുന്നത്. അതായത് കർമ്മഭാഗത്തേക്കാണ്. ചാരവശാൽ വേഴം കർമ്മഭാഗത്തേക്ക് വരികയാണ്. അവർക്കും ധനലാഭവും കാര്യനേട്ടങ്ങളും ഉണ്ടാവും. ഗുണകരമായ പല നേട്ടങ്ങളും മറ്റനവധി ഗുണകരമായ കാര്യങ്ങളും ഇവർക്ക് വന്ന് സംഭവിക്കും. 10 എന്ന് കഴിഞ്ഞാൽ കർമ്മഭാഗം, തൊഴിൽ ഭാഗം. അപ്പൊ തൊഴിൽ രംഗത്തൊക്കെ ഇവർക്ക് ഉയർച്ചയും പ്രവൃത്തി ഗുണങ്ങളും, ഇല്ലാത്തവർക്ക് തൊഴിൽ ലഭിക്കുവാനും സഹായകരമായ ഒരു സമയമാണ് വേഴം കുംഭൻ രാശിയിൽ നിൽക്കുമ്പോൾ ഉണ്ടാവുന്നത്. ഈ ഇടവക്കൂറുകാർക്ക് ഉണ്ടാകാൻ പോകുന്നത് അതിന്റെ ഫലങ്ങളാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകീരം, മര, തിരുവാതിര, പുണർദം, മുക്കാലി ഈ നക്ഷത്രങ്ങളിൽ വരുന്നവർക്ക് വേഴം 9-ലാണ് വരുന്നത്. ചാരവശാൽ വേഴം 9-ൽ വരികയാണ്. ഇവർക്കും ഗുണകരമാണ് ഈ സമയം. ഗുരുജനപ്രീതി, ദൈവികമായ കാര്യങ്ങളിൽ താല്പര്യം, ദാനധർമ്മങ്ങളിൽ താല്പര്യം എന്നിവ ഇവർക്കുണ്ടാവും. അടുത്തത് ചിങ്ങക്കൂറുകാരാണ്. ചിങ്ങക്കൂറുകാരായ മകം, പൂരം, ഉത്രം, കാലി. മകം, പൂരം, ഉത്രം, കാലി ഈ നക്ഷത്രങ്ങളിൽ വരുന്ന ചിങ്ങക്കൂറുകാർക്ക് വേഴം 7-ലാണ് വരുന്നത്. വേഴം 7-ൽ വരികയാണ്. ഇവർക്ക് വിവാഹം, ഗ്രഹം, മംഗളകരമായ കാര്യങ്ങൾ ചെയ്യുവാനും, അതുകൂടാതെ നടക്കാത്ത വിവാഹങ്ങൾ നടക്കാനും ഇവർക്ക് സമയം വരും. മകരക്കൂറിൽ നിന്നും വേഴം കുംഭക്കൂറിലേക്ക് വരുന്ന ഈ സമയത്ത് ഇവർക്ക് ചാരവശാൽ വേഴം 7-ലാണ് വരുന്നത്. അതുകൂടാതെ ഇവർക്ക് ഭാര്യ ഭർത്തൃ സുഖവും മറ്റും കിട്ടും. ഭാര്യ ഭർത്തൃ സുഖവും വിവാഹ തടസ്സങ്ങളും മാറിക്കിട്ടും. അത് കഴിഞ്ഞാൽ വിശാഖം, കാലി, അനിഴം, തൃക്കേട്ട
ഈ നക്ഷത്രങ്ങൾ വരുന്ന വൃശ്ചികക്കൂറുകാർക്ക് അനുകൂലമായ സമയമാണ് വരുന്നത്. വൃശ്ചികക്കൂറിന്റെ 4-ലാണ് വേഴം വരുന്നത്. വൃശ്ചികക്കൂറിന്റെ 4-ലാണ് വേഴം വരുന്നത്. അപ്പൊ വിശാഖം, കാലി, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രങ്ങൾ വരുന്ന വൃശ്ചികക്കൂറുകാർക്കും അനുകൂല കാലമാണ്, സമയമാണ്. കുടുംബസുഖം അവർക്ക് കിട്ടും. അമ്മയുടെ ആനുകൂല്യം കിട്ടും. വാഹനങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് നടക്കും. കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാവും. അടുത്ത നക്ഷത്രക്കാർ ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം, അര. ഈ മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ ഇവർക്ക് വേഴം ചാരവശാൽ 2-ലാണ് വരുന്നത്. ഇവർക്ക് വേഴം ചാരവശാൽ 2-ൽ വരുന്നത് നല്ലതാണ്. ധനപരമായ നേട്ടങ്ങൾ ഇവർക്കുണ്ടാവും. ബന്ധുജന സഹായങ്ങളും ഇവർക്ക് ലഭിക്കും. ധനപരമായ നേട്ടങ്ങളും ബന്ധുജന സഹായവും, അതുകൂടാതെ വിദ്യാഗുണവും ഉണ്ടാവും. തൊഴിൽ നേട്ടങ്ങളും ഉണ്ടാവും. എല്ലാ കാര്യങ്ങളിലും ഉണർവും ഉന്മേഷവും ഇവർക്കുണ്ടാവും. വേഴത്തിന്റെ രാശിമാറ്റം കൊണ്ട് ഈ പറയുന്ന 13 നക്ഷത്രക്കാർക്ക് കാര്യവിജയങ്ങൾ വന്നു ചേരും. വേഴം കുംഭൻ രാശിയിൽ നിൽക്കുന്നത് വരെ ഈ നക്ഷത്രക്കാർക്ക് സർവാനുകൂല്യവും ഉണ്ടാവുന്നതാണ്. ഇതാണ് വേഴഗ്രഹത്തിന്റെ രാശിമാറ്റം കൊണ്ട് വരാൻ പോകുന്ന കാര്യങ്ങൾ. ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ ഉണ്ടാവുന്ന കാലമാണ് വരാൻ പോകുന്നത്. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.